എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാത്തിനുമുപരി നിങ്ങൾക്ക് ഞങ്ങളോടുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകൂ. പൂർണ്ണമായി വിശ്വസിച്ച് 30 ദിവസം നിങ്ങൾ ഈ ജ്യോതിഷം കാണുകയും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ എല്ലാവരും സന്തോഷിക്കട്ടെ, ശാന്തിയും സമാധാനം എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി നാരായണൻ തരും എന്നുള്ളതാണ്. പ്രധാനമായും ഞാൻ പറയുന്നത് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം, ഒരിക്കലും ദാരിദ്ര്യം ധനത്തിന് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ചെമ്പരത്തി, ചുമന്ന ചെമ്പരത്തി. ചെമ്പരത്തി നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ധനം കുമിഞ്ഞുകൂടും എന്നുള്ളത് ഒരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് വടക്ക് വശത്താണ് നടേണ്ടത്. വടക്ക് വശത്ത് പറ്റാത്തത് തെക്ക് വശത്ത് നടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഭാഗത്ത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ധനനഷ്ടവും ഇല്ലാതാക്കാം. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളിലുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അല്ലെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഈ ചെമ്പരത്തി വീട്ടിൽ കൊണ്ട് നടുക. എല്ലാ ദിവസവും ചെമ്പരത്തി നടുകയും ചൊവ്വാഴ്ച ദിവസം ദേവിയെ സ്മരിച്ചുകൊണ്ട് ഓം ലക്ഷ്മി നാരായണ, ഓം ദുർഗായ നമഃ, ഓം ലക്ഷ്മി ദുർഗായ നമഃ എന്നീ മന്ത്രങ്ങൾ ജപിക്കുക. പ്രധാനമായും ദേവിയെ സ്മരിക്കേണ്ടതാണ് ചെമ്പരത്തി നടുമ്പോൾ. ഓം ലക്ഷ്മി നാരായണൻ ജപിച്ചാലും മതി, കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ലത്. അത് ജപിച്ചതിന് ശേഷം എല്ലാ ചൊവ്വാഴ്ചകളും എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിക്കണം, അത് മുടങ്ങാതിരിക്കണം. ഇത് 30 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യങ്ങൾ വന്ന് കുമിഞ്ഞുകൂടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ആ ചെമ്പരത്തി ഇല പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവെക്കണം. ദേവിക്ക് മാല കെട്ടണം. അവിടെ ലക്ഷ്മി നാരായണനും ആരാണ് നിങ്ങളുടെ പൂജാമുറിയിൽ ഉള്ളതെന്ന് വെച്ചാൽ അവരെ പൂജിക്കുക, അവർക്ക് മാല കെട്ടുക, അല്ലെങ്കിൽ പൂ അവിടെ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം ഉണ്ടാകും. ഏകദേശം 30 ദിവസത്തിനുള്ളിൽ തന്നെ ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളത്. അത് ചേരുന്ന മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഒരു വിധത്തിലുള്ള ഐശ്വര്യക്കേടും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകത്തില്ല. ധനം വന്നുകൊണ്ട് എല്ലാ വിധത്തിലും ധനം വരും. ആ ചെമ്പരത്തി ഇല ഒന്നല്ല 2 എണ്ണം നട്ടുപിടിപ്പിക്കണം. ഈ 2 എണ്ണം, ഒന്ന് തെക്കേ വശത്തും ഒന്ന് വടക്ക് വശത്തും, ഈ 2 ഇടത്തുമായിട്ട് നടുക. അതിൽ രണ്ടും കിളിക്കുക. കിളിക്കുന്നവരെ നമുക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളമൊഴിക്കുമ്പോൾ ഓം ലക്ഷ്മി നാരായണ എന്ന് സങ്കല്പിക്കുക. പിന്നെ നിങ്ങൾ രണ്ടാമതൊന്ന് സങ്കല്പിക്കണം, നിങ്ങൾക്ക് ധനമുണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കണം. ഈ ചെടി വളർന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരും എന്ന് സങ്കല്പിക്കണം. ഈ 2 സങ്കല്പങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പൂ പിടിക്കുമ്പോൾ അത് ദേവിക്ക് കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ചെമ്പരത്തിയിലെ വടക്കും തെക്കുമായിട്ട് നിങ്ങൾ നട്ടു നോക്കൂ. അത് ശിവനെയും പാർവതിയായിട്ടും ലക്ഷ്മി നാരായണനായിട്ടും നമുക്ക് സങ്കല്പിക്കാം. അവരുടെ ആ വളർച്ച, നമ്മൾ പൂക്കൾ പിടിക്കുന്നതോടെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങും. എല്ലാ ദിവസവും ഐശ്വര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ദാനധർമ്മം ചെയ്യണം. മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനത്തിന് ഒരു പതനവും ഉണ്ടാകത്തില്ല. അവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും വരും. ധനം വരാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ചൊവ്വാഴ്ച ശ്രദ്ധിക്കുന്ന വളരെയധികം വൃത്തി വേണം. ആ ദിവസം വളരെയധികം വൃത്തിയോട് തന്നെ നമ്മളിരിക്കണം. നല്ല വസ്ത്രങ്ങളായിരിക്കണം ധരിക്കുന്നത്. അതുപോലെ തന്നെ ആഹാര രീതി എപ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കണം, സസ്യാഹാരമായിരിക്കണം കഴിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അശുദ്ധി ഒരിക്കലും അവിടെ വരുത്തരുത്. അത്രയും ഭാഗം വളരെയധികം ഒന്നിൽ ചട്ടിയിൽ വളർത്തുക, അല്ലെങ്കിൽ വൃത്തിയുള്ള ഭാഗം പ്രത്യേകം തിരിച്ച് അവിടെ നിങ്ങൾ വടക്കും തെക്കുമായിട്ട് ഈ ചെടികൾ നടുക. ചെമ്പരത്തിയില നട്ടു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവേണ്ട സമയമാണ് ചെമ്പരത്തിയില നട്ടു കഴിഞ്ഞാൽ. ലക്ഷ്മിയുടെയും നാരായണൻ്റെയും വാസങ്ങൾ അവിടെ. തുളസിയിലയുടെ കൂട്ടിൽ തന്നെ വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ് ചെമ്പരത്തിയിലയും. അതിൻ്റെ മഹത്വം വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അത് എല്ലാ ദിവസവും നിങ്ങൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആ ചെടി കൊണ്ട് വെച്ച് പൂക്കൾ ദേവിക്ക് കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി ധനം ആ വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ നെയ്വിളക്ക് ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസം കത്തിക്കാനും മറക്കണം. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ചെമ്പരത്തി വളർന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസവും നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കണം. കത്തിച്ചാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. ആ ഐശ്വര്യം എന്നും നിങ്ങൾക്ക് നിലനിൽക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ചെമ്പരത്തിയില എന്ന് വളരുന്നു അന്നെല്ലാം നിങ്ങൾക്ക് ഐശ്വര്യം. അത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ട് കുമിഞ്ഞുകൂടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ദാനധർമ്മം മാസത്തിൽ ഒരു വട്ടം ചെയ്യണം. ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അന്നം, അല്ലെങ്കിൽ വസ്ത്രം എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദാനധർമ്മവും ഈ ചെമ്പരത്തിയിലയും 2 ഘടകങ്ങളും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു കിട്ടും. അതിൽ ഒരു സംശയവുമില്ല. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ. എല്ലാത്തിനും ഒരു വിശ്വാസം വേണം. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്.
ഓം ലക്ഷ്മി നാരായണ.